അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, പ്രചരിപ്പിക്കുന്ന, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സലാത്ത് പറയുന്നവരാണ്. സലാത്ത് പറയുന്നവർ പ്രത്യേകിച്ചും ഇത് കേൾക്കാം. നമ്മുടെ ഒരു സലാത്തിനിക്ക് കണക്കും കയ്യില്ലാത്ത പ്രതിഫലമുണ്ട്. ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായ നിലക്ക് ഒരു സലാത്ത് ചൊല്ലിയാൽ മതി. ഒരൊറ്റ ഒരു സലാത്ത്. ആ സലാത്തിൻ്റെ അക്ഷരങ്ങൾ നല്ല നിലക്ക് ഉച്ചരിച്ച് ഒരു തെറ്റും പറ്റാതെ ആത്മാർത്ഥമായ നിലക്ക് അർത്ഥം ചിന്തിച്ചിട്ട് ഒരൊറ്റ ഒരു സലാത്ത് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുനബിക്ക് ഒരു സലാത്ത് ചൊല്ലിയാൽ മതി. പ്രിയപ്പെട്ടവരെ, ലോകപ്രസിദ്ധരായ വലിയ ആത്മീയ ഗുരുവായ വലിയൊരു പണ്ഡിതനാണ്. ആരാണ്? ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റഹിമഹുമുല്ലാഹ്. നിങ്ങൾക്ക് ചരിത്രം അറിയാം. എന്നിരുന്നാലും ഈമാൻ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്. നമ്മൾ ഒരുപാട് ആൾക്കാർ ദലായിലുൽ ഖൈറാത്ത് ഓതാറുണ്ട്. ഓരോ ദിവസത്തിന്റെ വെറുതുകൾ ഓതാറുണ്ട്. വെള്ളിയാഴ്ച വേറെ, തിങ്കളാഴ്ച വേറെ, ഇങ്ങനെ ഓരോ സലാത്തുകളും. ആ ദലായിലുൽ ഖൈറാത്ത് ഓതുമ്പോൾ ഒരുപാട് സ്വലാത്തുകൾ കാണാം. സലാത്ത് ചെല്ലുന്നത് കാണാം. ആ സ്വലാത്ത് അതിനെ ഉണ്ടാക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുലൈമാൻ ജസൂലി എന്നവർ, ആ ഉസ്താദ്, ആ പണ്ഡിതൻ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉളൂ ചെയ്യാൻ വെള്ളം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. എവിടെയും വെള്ളം കാണുന്നില്ല. കിണറിൽ വെള്ളമുണ്ട്, പക്ഷേ അതിനെ അടിഭാഗത്താണ്, കോരാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഈ തെരഞ്ഞു നടക്കുന്ന അവസരത്തിൽ മുകളിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കുകയാണ്. ഇന്ന് ഓടി വന്നു ബഹുമാനപ്പെട്ടവരിലേക്ക്. എന്നിട്ട് ചോദിക്കുന്നു, എന്തേ ഉസ്താദേ, നിങ്ങൾ എന്താണ് തേടുന്നത്? എനിക്ക് ഉളു എടുക്കാൻ കുറച്ച് വെള്ളം വേണം. അങ്ങനെ സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട മോയിമ്പീങ്ങളെ, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലാറുണ്ടല്ലോ. ഈ പെൺകുട്ടി അതാ ഓടി വന്നു ബഹുമാനപ്പെട്ടവരിലേക്ക് ഓടി വന്നുകൊണ്ട് അതാ ആ കിണർ നോക്കിയപ്പോൾ വെള്ളം അതാ അടിഭാഗത്താണ് ഉള്ളത്. എന്നിട്ട് ആ പെൺകുട്ടി എന്തായി? തുപ്പിയപ്പോൾ അടിയിലുള്ളതായ വെള്ളം അതാ മുകളിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടിനോട് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി ഇമാം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്രയേറെ സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് ഇത്രയേറെ ഫള് കിട്ടാനുള്ള കാരണം എന്താണ്? ആ കുട്ടി അവിടെന്ന് പറഞ്ഞത് സ്വലാത്ത് ഭരിപ്പിച്ചത് കൊണ്ടാണ്. മുത്തുനബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ കാരണം കൊണ്ടാണ്. ആ മുത്തുനബിന്റെ മേലുള്ള സ്വലാത്ത് വല്ലാത്തൊരു സ്വലാത്താണല്ലോ. ഏത് അമലി കുല്ലി ഷൈഇൻ, ഏതൊരു വസ്തു ഫീഹി മഖ്ബൂലും വമർദൂദും, സ്വീകരിക്കപ്പെടുന്ന അമലുണ്ട്, സ്വീകരിക്കപ്പെടാത്ത അമലുമുണ്ട്. നിസ്കാരം സ്വീകരിക്കുന്ന നിസ്കാരമുണ്ട്, സ്വീകരിക്കാത്ത നിസ്കാരവുമുണ്ട്. സ്വീകരിക്കുന്ന സകാത്തുണ്ട്, സ്വീകരിക്കാത്ത സകാത്തുമുണ്ട്. തള്ളപ്പെടുന്നതുമുണ്ട്, തള്ളപ്പെടാത്ത നിസ്കാരവുമുണ്ട്, തള്ളപ്പെടുന്ന നിസ്കാരമുണ്ട്. ഇല്ല സ്വലാത്ത് അലയ്യ, എൻ്റെ മേലിലുള്ള സ്വലാത്ത് അങ്ങനെയല്ല. അത് സ്വീകരിക്കപ്പെടുന്നതാണ്, മഖ്ബൂലായ അമലാണ്. അതുകൊണ്ടല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത് അസ്വലാത്തു അലയ്യ, എൻ്റെ മേലുള്ള ഒരു സ്വലാത്ത് അത് ദാരിദ്ര്യത്തെ ഇല്ലാണ്ടാക്കും. ആ പെൺകുട്ടി സ്വലാത്ത് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അന്നു മുതൽക്കാണ് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി ഇമാം
വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതനതാ സ്വലാത്തുണ്ടാക്കിയത്. ആ സ്വലാത്തിൻ്റെ പേരാണ് ദലായിലുൽ ഖൈറാത്ത്. അത് പതിവായി നമ്മൾ ചൊല്ലണം. ഒരുപാട് ഉസ്താദന്മാർ ഇജാസത്ത് കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് ഷെയ്ഖുന ഉസ്താദ് വർഗൽ പയ്യക്കി ഉസ്താദും എല്ലാ ദിവസവും ദലായിലുൽ ഖൈറാത്ത് ഓതും. ദലായിലുൽ ഖൈറാത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരുപാട് ഇമാമിങ്ങൾ ആ കിതാബിനിക്ക് ഒരുപാട് ശറഹുകൾ എഴുതിയത് കാണാം. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വലാത്ത് ചൊല്ലുന്ന എനിക്ക് വല്ലാത്ത ഫളലുണ്ട്. അതുകൊണ്ടല്ലേ ലികുല്ലി ഷൈഇൻ ത്വഹാറത്തുൻ, എല്ലാ ഓരോ ഷെയ്യിനിക്കും ത്വഹാറത്ത്, അത് ശുദ്ധിയാക്കാനുള്ള മാർഗമുണ്ട്. വതഹാറത്തു ഖുലൂബുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതായ ഹൃദയം ശുദ്ധീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വലാത്ത് കൊണ്ടാണ്, സ്വലാത്ത് ചൊല്ലൽ കൊണ്ടാണ്. മുഅ്മിനീങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നത് സ്വലാത്ത് കൊണ്ടാണ്. സ്വലാത്തിനിക്ക് എന്തെന്നില്ലാത്തൊരു ഫളലുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവർ അത് എൻ്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്, അധികരിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് മുത്തുനബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാം. മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് എത്രയോ മഹാന്മാർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാം നമ്മൾ ആശിക്കും, റസൂലുള്ളാഹിൻ്റെ ആശിക്കാണ്, റസൂലുള്ളാഹിൻ്റെ മുഹിബാണെന്ന് പറയും. പക്ഷേ ഒരൊറ്റ സ്വലാത്തും നമ്മൾ ആത്മാർത്ഥത ഇഖ്ലാസുള്ളതായ നിലക്ക് ഒരു സ്വലാത്തും ചൊല്ലൂല. ഒരൊറ്റ അമൽ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്വലാത്ത് മതി. ചില ആൾ പറയും സ്വലാത്ത്, ആ സ്വലാത്ത് ചെല്ലാൻ പാടില്ല, ഈ സ്വലാത്ത് ചെല്ലാൻ പാടില്ല. സ്വലാത്ത് ചെല്ലണമെങ്കിൽ അത് ഇബ്രാഹിമ സ്വലാത്ത് മാത്രം തന്നെയാണ്. അങ്ങനെയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട്, ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ എങ്ങനെയാണ് നബിയെ സ്വലാത്ത് ചൊല്ലേണ്ടത്? കൈഫ നുസല്ലി അലൈക, തങ്ങളുടെ മേൽ എങ്ങനെ സ്വലാത്ത് ചൊല്ലണം? അപ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്ത്, സല്ലു അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത ഇബ്രാഹിമ സ്വലാത്താണ്. ഇതിനെ ഒരുപാട് സലഫികൾ, പുത്തനാശയക്കാർ, ഒരുപാട് ബിദ്അത്തിന്റെ കക്ഷികൾ പറയുന്നു ഈ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. അവരോട് അവരുടെ മദ്രസയിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാരാ പഠിപ്പിച്ചത്? സ്വലാത്ത് എങ്ങനെ വേണം ചെല്ലാം? ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഒരുപാട് അതിനെ വ്യാഖ്യാനിക്കുന്നു. സലാത്ത്, ഒരുപാട് സലാത്തുകളുണ്ട്. സലാത്തുകൾക്കുള്ള കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വലാത്ത് അത് ഇബ്രാഹിമ സ്വലാത്താണ്. അപ്പോൾ ഒരുപാട് സ്വലാത്ത് പറയുന്നത് കാണാം. ഫാത്തിമിയ സ്വലാത്ത്, ഒരുപാട് സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, ആ മുത്തുനബിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, യേ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹി വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഈ സ്വലാത്ത്. പിന്നൊരു സ്വലാത്തുണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, اللهم صل على سيدنا محمد النبي الأمي، اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ മഹത്വം പഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം തങ്ങൾ പറയുന്നു, എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ, എൻ്റെ മയ്യത്ത് ഖബറിലേക്ക് കടക്കുമ്പോൾ ഈ സ്വലാത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹാദിറാകും. ഒരുപാട് മഹത്വമേറിയതായ സ്വലാത്താണ്. 7 പ്രാവശ്യം തന്നെ സ്വലാത്ത് ചൊല്ലിയാൽ രാത്രി മുഴുവനും സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് ആ സ്വലാത്തിനിക്ക്. അങ്ങനെ പ്രിയപ്പെട്ട മുത്തു മോമിനീങ്ങളെ, സ്വലാത്തിനിക്ക് വല്ലാത്തൊരു ഫൗറുണ്ട്. അത് എവിടെ നടന്ന സ്വലാത്താണെങ്കിലും സ്വലാത്തിനിക്ക് വല്ലാത്തൊരു ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടാണ് അപ്പം മുതലാണ് സലാത്ത് ദലായിൽ ഖൈറാത്ത് ഉണ്ടാക്കാനുള്ള കാരണം പറയുന്നു. ഒരുപാട് അതിൻ്റെ മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 10 സലാത്തു ചൊല്ലി ഇൻഷാ അല്ലാഹ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم റഹ്മാൻ റഹ്മാനായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഒരുപാട് സാധുക്കളായ ഭാവികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുപാട് നിന്റെ ഹബീബിൻ്റെ മേൽ ചൊല്ലിയ സ്വലാത്തുണ്ട് അല്ലാഹ്. പല ഉദ്ദേശങ്ങൾ കരുതിയവരുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ ഖൈറായ ഉദ്ദേശങ്ങൾ അതിനെ നീ ആസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചവരുണ്ട് അല്ലാഹ്. സഹോദര സഹോദരിമാരുണ്ട് അല്ലാഹ്. മീൻ ചൊല്ലുന്നവരിലുണ്ട് അല്ലാഹ്. നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരിലുണ്ട് അല്ലാഹ്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ ആസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.